NEP അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത് PM ശ്രീയിലൂടെ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് PM ശ്രീയിൽ ഒപ്പിട്ട നമ്മുടെ കേരള സർക്കാർ ഇത് മരവിപ്പിക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ കേരള സർക്കാരിന് ഇത് മരവിപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യവും വ്യക്തവുമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോഴിതാ NEP മരവിപ്പിക്കാനായി CPI എന്ന് പറയുന്ന പാർട്ടി CPMനെ സമ്മർദ്ദം ചെലുത്തി CPM CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചെടുത്ത് കേന്ദ്രത്തിന് ഇവർ കത്തെഴുതുകയാണ്. ഉറപ്പായും കേന്ദ്രം ആ കത്തെടുത്ത് ചവറ്റുകുട്ടയിലിടും. അതിൽ കൂടുതലൊന്നും ഇവിടെ നടക്കാനായി പോകുന്നില്ല. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വലിയൊരു എഡ്യൂക്കേഷണൽ റിഫോം നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഒരു വമ്പൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ തിങ്കിങ്ങും, അതായത് AIയും CTയും 3ാം ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത്. എല്ലാ സ്കൂളുകളിലും 3ാം ക്ലാസ് മുതൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിപ്പിക്കുക. അപ്പോൾ കേന്ദ്രം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിൻ്റെ എഡ്യൂക്കേഷണൽ പോളിസിയിലടക്കം ഞങ്ങൾ പങ്കാളികളാകില്ല എന്ന് പറയുന്ന കേരളത്തിന് നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ്. കേരളം ബദലായി ഇത് പഠിപ്പിക്കും എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളുടെയും സർട്ടിഫിക്കറ്റുമായി നമ്മൾ പുറത്തേക്കൊന്ന് സഞ്ചരിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വില എത്രത്തോളമാണ് എന്നുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.